തത്സമയം. ശ്രീ മോഹൻ വർഗീസ്, ഖത്തറിൽ നടത്തുന്ന ആക്രമണം ഹമാസിനെ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഖത്തറിനെ അല്ല ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ള വാദം അത് എത്രത്തോളം ഖത്തർ മുഖവിലേക്ക് എടുക്കും? തീർച്ചയായും മഞ്ജുഷ്, ഖത്തറിനെ അല്ല ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേലിന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ ഹമാസിന്റെ ഖത്തറിലെ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേലിന്റെ മിസൈൽ വർഷം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അറബി രാജ്യങ്ങൾ ഇതിനെ വളരെ സംശയത്തോടുകൂടി മാത്രമേ എടുക്കൂ. കാരണം ഇപ്പോൾ നിലവിൽ ഇസ്രായേലുമായി ഒരു സമാധാനത്തിൽ പോകാൻ അറബി രാജ്യങ്ങൾ ആഗ്രഹിക്കുന്ന ഈ സമയത്ത് സമാധാനദൂതനായി രണ്ടു പക്ഷത്തോടും ഒരുപോലെ തന്നെ സംസാരിക്കുന്ന ഖത്തർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹമാസിന് നേരെ ആക്രമണം നടത്തുമ്പോൾ അത് ഖത്തറിന് നേരെയുള്ള ആക്രമണമായി അറബ് രാജ്യങ്ങൾ കരുതാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാനാവില്ല. അല്ല എങ്കിൽ അമേരിക്ക കഴിഞ്ഞ പ്രാവശ്യം അൽ ഉദൈദ് എയർബേസിന് നേരെ, അമേരിക്കൻ എയർബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണമാണ് എങ്കിൽ പറഞ്ഞു നിൽക്കാൻ കഴിയും. ഇതിപ്പോ ഇസ്രായേലിന് കാര്യമായി ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. മുൻകൂട്ടി ഖത്തർ സർക്കാരിനെ അറിയിക്കാതെ നടത്തിയ ഒരു ആക്രമണമാണ് ഇതെന്ന കാര്യം വളരെ നിശ്ചയമായും പറയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഖത്തർ പ്രതിഷേധിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ട്. സ്വാഭാവികമായി മറ്റ് GCC രാജ്യങ്ങൾ ആദ്യവും അറബ് ലീഗ് പിന്നീടും പ്രതിഷേധിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ തിരിച്ചൊരു ആക്രമണം, അതിനൊരു മറുപടി എന്ന നിലയിൽ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു അറബ് രാജ്യം, സൗദി അറേബ്യ ആകട്ടെ, ഈജിപ്റ്റ് ആകട്ടെ, സിറിയ ആകട്ടെ, ഏതെങ്കിലും ഒരു അറബ് രാജ്യം ഇസ്രായേലിനെതിരെ തിരിയുകയാണെങ്കിൽ മാത്രം അവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും. ഈ സംഘർഷം ലഘൂകരിക്കാൻ ഇപ്പോൾ രംഗത്ത് വരാൻ സാധ്യതയുള്ള അമേരിക്ക തന്നെയാണ്. ഈ ഘട്ടത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്തെ അറബ് ഇസ്രായേൽ ഒരു സംഘർഷം ഒരു രീതിയിലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഇറാൻ ഒരു വശത്ത് നിൽക്കുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മധ്യപൗരസ്ത്യ പ്രദേശത്തെ പിടി അയയാതിരിക്കണമെങ്കിൽ അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള എയർബേസ് ഖത്തറിൽ സുരക്ഷിതമായി നിലനിർത്തണമെങ്കിൽ അതൊരു യുദ്ധഭൂമിയാകണമെന്ന് അമേരിക്ക ഒരു കാരണവശാലും ആഗ്രഹിക്കില്ല എന്ന വസ്തുതാപരമായ കാര്യമാണ്. ഖത്തറിന്റെ നേരത്തെയുള്ള പ്രസ്താവനകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർച്ചയായിട്ട് ഖത്തർ അപലപിക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ ഹമാസ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ ആയിട്ട് ദോഹയെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉള്ളതാണല്ലോ. ആ ആക്ഷേപങ്ങൾ ഇസ്രായേലിനുണ്ട്. ഹമാസിന്റെ നേതാക്കൾ ഗസയിൽ നിന്നും രക്ഷപ്പെട്ട് അഭയം തേടി എത്തുന്നത് സുരക്ഷിതമായ മണ്ണായ ദോഹയിലാണ്, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ്. അതിൽ ഇസ്രായേൽ വലിയ ഖിന്നരാണ്. ഇസ്രായേൽ ആ ഒരു രീതിയിൽ ഖത്തർ പെരുമാറുന്നതിനോട് കർശനമായ വിയോജിപ്പ് ഇസ്രായേലുണ്ട്. പക്ഷെ അത് ഖത്തറിന്റെ താവളങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഹമാസിന്റെ സങ്കേതങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി മാറുമ്പോൾ ഖത്തറിനെ കൈ കെട്ടി നോക്കി നിൽക്കാനാവില്ല. കാരണം അറബ് ദേശീയത തീർച്ചയായും അവിടെ ഉണർന്നെഴുതേക്ക് തന്നെ ചെയ്യുമെന്നതാണ്. അതുകൊണ്ടാണ് ഇറാൻ ഔപചാരികമായി സിംബോളിക്കായി അമേരിക്കൻ ടാർഗറ്റിനെതിരെ ഖത്തറിൽ നടത്തിയ ആക്രമണങ്ങളോട് സമാനമായ രീതിയിൽ കാണാനൊക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് എങ്ങനെയാണ് അറബ് ലോകം ഇതിനോട് പ്രതികരിക്കുന്നത്? ഖത്തർ എന്ന രാജ്യത്തിന്റെ പ്രതികരണം വളരെ ഭയമുള്ള പ്രതികരണമായിരിക്കും. കാരണം ഖത്തർ വളരെ ഒരു ചെറിയ രാജ്യമാണ്. അതിശക്തമായ ഒരു സൈന്യമോ വലിയ ആയുധശേഷിയോ ഒന്നുമുള്ള രാജ്യമല്ല എന്ന് ഓർക്കണം. പക്ഷെ അങ്ങനെയല്ല, അറബി ദേശീയതയാണ് ഇവിടെ വിഷയമായി വരുന്നത്. അതുകൊണ്ട് അതീവ സങ്കീർണമായി ഒരു വശത്ത് ഇറാൻ നിൽക്കുകയും മറുവശത്ത് ഇസ്രായേൽ നിൽക്കുകയും അറബ് രാജ്യങ്ങൾ ഇതിന് മധ്യേ നിൽക്കുകയും ചെയ്യുമ്പോൾ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു ഭീകരവാദികൾ കൂടുതലും ഇതിനെ മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഇസ്ലാമിക വിഷയമായി എടുത്തുകൊണ്ട് ഒരു ഇസ്ലാമിക രാജ്യത്തെ ഇത് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ജനവാസ മേഖലയിലാണ് ആക്രമണം നടന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഖത്തർ പറയുമല്ലോ. അതിപ്പോൾ വിദേശകാര്യ വക്താവിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഖത്തർ മജീദ് അൽ അൻസാരി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നതും ഇക്കാര്യം തന്നെയാണ്. ജനവാസ മേഖലയിലെ ആക്രമണം സമീപത്തെ താമസക്കാരുടെയും സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന്. ഇനി ജനവാസ മേഖലയിൽ അല്ല എങ്കിൽ പോലും ഖത്തറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായ പ്രതികരണം ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഖത്തറിൽ നിന്നും രൂക്ഷമായ പ്രതികരണമുണ്ട്. ഓൾറെഡി ഇപ്പോൾ തന്നെ ശക്തമായ അപലപനം ഖത്തറിന്റെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായി. മറ്റു രാജ്യങ്ങൾ ഒന്നൊന്നായി ഇനി ഈ രംഗത്ത് ഇതിനെതിരെ അപലപിക്കും. ജനവാസ കേന്ദ്രങ്ങളിൽ എന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഖത്തർ അനുവദിച്ച ആ ഇടങ്ങളിലാണ് ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ അഭയം എന്ന് പറയാനാവില്ല, അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടങ്ങളിലേക്ക് ഖത്തറിന് അനുമതി ഇല്ലാതെ ഖത്തർ നിഷേധിച്ചിട്ടില്ലല്ലോ അല്ലേ ഒരിക്കലും. ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയാണ് അവിടെ നിരവധി ആളുകൾ താമസിക്കുന്നതാണ്. ഹമാസിന്റെ അംഗങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങളാണ്. ഇക്കാര്യം ഖത്തർ ഒളിച്ചു വെക്കുന്നില്ലല്ലോ അല്ലെ? അത് നിയമവിധേയം തന്നെയാണ്. ഖത്തറിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെയാണ് ഏത് രാജ്യത്തെ ഏത് വിഭാഗത്തിന് അവർ അഭയം കൊടുക്കണം അല്ലെങ്കിൽ താവളങ്ങൾ ഒരുക്കണം ഇത് തീരുമാനിക്കാൻ സ്വതന്ത്ര പരമാധികാര രാജ്യമായ ഖത്തറിന് അവകാശമുണ്ട്. അതൊരു പക്ഷേ ഇസ്രായേൽ സ്വീകാര്യമല്ലായിരിക്കാം. അത് മാത്രമല്ല, ഖത്തർ ഇസ്രായേലുമായും സംസാരിക്കുന്ന രാജ്യമാണ്.
ഒരു തർക്ക പരിഹാരത്തിന് വേണ്ടി അമേരിക്കയും ഖത്തറും ഈജിപ്തും എല്ലാം തന്നെ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന ഒരു സമയത്താണ് ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശരി, ഒന്ന് ഇടപെടുകയാണ് ഇപ്പോൾ